അല്ല, വന്ദേമാതരം മുഴുവൻ പാടിയ ഇപ്പൊ എന്താ കുഴപ്പം? വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വന്ദേമാതരം മുഴുവനായി ആലപിച്ചത് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തമിഴ്നാട് സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കും ഇതേ വാദം ഉണ്ടായിരുന്നു. ഔദ്യോഗികമായി പൊതുവെ അംഗീകരിക്കുകയും ആലപിക്കപ്പെടുകയും ചെയ്യുന്നത് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ഈരടികളാണെന്നും തുടർന്ന് വരുന്ന ചില ഭാഗങ്ങൾ ചരിത്രപരമായി വിവാദങ്ങൾക്കിടയാക്കിയതാണെന്നും PM മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു റിയാസിന്റെ പോസ്റ്റ്. എന്താണ് ഇക്കാര്യത്തിൽ നിയമം പറയുന്നത്? വന്ദേമാതരം പാടണമെന്ന് നിർബന്ധമാണോ? പാടിയില്ലെങ്കിൽ ശിക്ഷയുണ്ടോ? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ജനുവരി 28 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം സംസ്ഥാന ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതരം നിർബന്ധമാണ്. 6 ഖണ്ഡികയാണ് ആലപിക്കേണ്ടത്. എന്നാൽ ഈ വിഷയത്തിൽ പിന്നീട് സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അഡ്വൈസറി മാത്രമാണ് എന്ന്. അതായത് ആലപിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അനുസരിക്കാത്തതിന് യാതൊരു ശിക്ഷാ നടപടിയും സ്വീകരിക്കാൻ ആർക്കും പറ്റുകയുമില്ല. മോദിയും അമിത്ഷായും അടക്കം പങ്കെടുത്ത ബംഗാളിലെ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ വന്ദേമാതരം പാടിയിരുന്നില്ല എന്നുള്ളതും ഓർക്കുക. ഒരു കാര്യം കൂടി, വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിച്ചാൽ മതിയെന്നും തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഹൈന്ദവ ദൈവങ്ങളെ സ്തുതിക്കുന്ന തരം വരികൾ ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കണമെന്നും തീരുമാനിച്ചത് 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്. ഗാന്ധിയും നെഹ്റുവും അടക്കമുള്ള നേതാക്കളാണ് ഈ തീരുമാനത്തിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം എന്തായിരുന്നു? കോൺഗ്രസ് വന്ദേമാതരത്തെ വെട്ടിമുറിച്ചുകൊണ്ട് രാജ്യത്ത് വിഭജനത്തിന്റെ വിത്തുകൾ പാകിയെന്ന്. എന്തായാലും BJP ഇതര സംസ്ഥാനങ്ങളായ കേരളത്തിലും തമിഴ്നാട്ടിലും വന്ദേമാതരം മുഴുവനായി പാടി. ചരിത്രത്തിൽ ആദ്യമായി ബംഗാളിൽ BJP അധികാരം പിടിച്ചതിന് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പങ്കെടുത്ത സത്യപ്രതിജ്ഞയിൽ പാടിയിട്ടുമില്ല എന്നുള്ളത് ഓർത്തുവെക്കേണ്ടത് തന്നെയാണ്.